നമസ്കാരം. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ കുതിര കയറാൻ നോക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇരട്ടത്താപ്പും കാപട്യവും അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് വള്ളി പുള്ളി വിടാതെ പൊളിച്ചടുക്കി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ഫിൻലൻഡ് സന്ദർശനത്തിനിടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ സംസാരിക്കവെയാണ് ജയശങ്കർ അമേരിക്കയുടെ പഴയ അടവുകൾ ഓരോന്നായി ഓർമ്മിപ്പിച്ച് ലോകത്തിന് മുന്നിൽ വെച്ച് യുഎസിനെ നാണം കെടുത്തിയത്. 2022 യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ആഗോള എണ്ണ വിപണി തകരാതിരിക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരണമെന്ന് ഇന്ത്യയോട് പ്രത്യേകം ആവശ്യപ്പെട്ടത് അമേരിക്ക തന്നെയായിരുന്നുവെന്നും ജയശങ്കർ പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് 50% താരിഫ് ഏർപ്പെടുത്തുകയും അതിൽ റഷ്യൻ എണ്ണ വാങ്ങിയതിലുള്ള 25% പിഴ ഉൾപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ ഈ കടുത്ത നയതന്ത്ര തിരിച്ചടി. 2022 യുക്രൈൻ ആക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങി തുടങ്ങിയത്. അന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും വൻതോതിൽ എണ്ണ വാങ്ങിക്കൂട്ടിയതോടെ വിപണിയിൽ കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടു. ഫിൻലൻഡ് സന്ദർശനത്തിനിടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു വിഷയത്തിൽ ജയശങ്കറിന്റെ പ്രതികരണം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ ട്രംപിന്റെ കടുംപിടുത്തം മൂലം വിള്ളൽ വീണിരിക്കുന്ന സമയത്താണ് വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഞങ്ങൾ എണ്ണ വാങ്ങുന്നത് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നോക്കിയല്ല, മറിച്ച് അതിന്റെ വിലക്കുറവും വിപണിയിലെ എളുപ്പത്തിലുള്ള ലഭ്യതയും നോക്കിയാണ്. നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഒരു സർക്കാരിന്റെ കടമയാണെന്നും ജയശങ്കർ നിലപാട് കടുപ്പിച്ചു പറഞ്ഞു. തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം ഉപരോധം കൊണ്ടുവരികയും മാറ്റുകയും ചെയ്യുന്ന അമേരിക്കൻ ശൈലി ഇനി ഭാരതം വകവെച്ചു തരില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ജയശങ്കർ നൽകിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അന്താരാഷ്ട്ര നിയമങ്ങളെ വളച്ചൊടിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എണ്ണ വിപണിയെ സ്ഥിരപ്പെടുത്തുന്നതിനായി റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക ഇന്ത്യയോട് പ്രത്യേകമായി ആവശ്യപ്പെടുകയായിരുന്നു. വിലയും ലഭ്യതയും അനുസരിച്ചാണ് ഞാൻ എണ്ണ വാങ്ങുന്നത്. ആ സമയത്ത് യൂറോപ്പുകാർ മിഡിൽ ഈസ്റ്റിൽ നിന്നും എണ്ണ വാങ്ങുകയായിരുന്നതിനാൽ വിപണിയിൽ ലഭ്യമായ എണ്ണയിൽ നല്ലൊരു പങ്കും റഷ്യയിൽ നിന്നുള്ളതായിരുന്നു. അതിനാൽ സാഹചര്യങ്ങൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് നമ്മുടെ മേൽ ആദ്യം തീരുവ ചുമത്തിയ US പിന്നീട് ഉപരോധങ്ങൾ പിൻവലിച്ചു. ഇവിടെ എന്തെങ്കിലും മഹത്തായ തത്വം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നില്ല എന്നാണ് ജയശങ്കർ വ്യക്തമാക്കിയത്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 50% താരിഫ് ഏർപ്പെടുത്തിയതിന് പിന്നാലെ അമേരിക്കയും ഇന്ത്യയും തമ്മിലെ വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങിയതിനുള്ള 25% പിഴയും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം അമേരിക്ക റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ നീക്കി. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ പ്രതിസന്ധിയിലാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മികച്ച സുഹൃത്താണെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വ്യാപാര സാധ്യതകളൊക്കെ തുറന്നിരിക്കുന്ന വേളയിലാണ് എസ് ജയശങ്കർ തങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ ഇന്ധന വാങ്ങലിലെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ.